മനോഹരമായ വിവിധങ്ങളായ പൂച്ചെടികളും വള്ളിപ്പടർപ്പുകളാലും ഫലവൃക്ഷങ്ങൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഹരിത വിദ്യാലയം, കൊല്ലം പള്ളിമൺ സിദ്ധാർത്ഥ സ്കൂൾ. 12 ഏക്കറോളം വരുന്ന ക്യാമ്പസിന് തണലായി സ്വാഭാവികമായതും നട്ടുവളർത്തിയതുമായ നിരവധി വൃക്ഷങ്ങൾ. മട്ടുപ്പാവിലും സ്കൂൾ വളപ്പിലുമായി വ്യാപിച്ചു കിടക്കുന്ന കൃഷിയിടങ്ങൾ. ഒരു തുണ്ട് ഭൂമി പോലും പാഴാക്കാതെയുള്ള കൃഷിരീതികളാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥ ഒരു ഹരിത വിദ്യാലയമാണ്. 2004 പള്ളിമണിലെ ഈ മനോഹരമായ ക്യാമ്പസിൽ സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ എന്ന പേരിൽ അധ്യാപകരും സാംസ്കാരിക പ്രവർത്തകരും ചേർന്നൊരു സംഘടന രൂപീകരിച്ച് ഈ വിദ്യാലയം ആരംഭിക്കുന്നത്. സാധാരണ വിദ്യാലയങ്ങളിൽ നിന്ന് ഈ ക്യാമ്പസിന് വ്യത്യസ്തമാകുന്നത് ഇവിടെ നിറയും മരങ്ങളാണ്. പഴയ കാലത്ത് നമുക്ക് നാട്ടുമ്പുറങ്ങളിൽ ഉണ്ടായിരുന്ന പേഴും പുന്നയും ഞാവലും അടക്കമുള്ള നാട്ടുമരങ്ങളും അതുപോലെയുള്ള പുതിയ ഫലവൃക്ഷ സസ്യങ്ങളും ഒക്കെ നമ്മുടെ ക്യാമ്പസിലുണ്ട്. ഔഷധത്തോട്ടവും വിശാലമായി വ്യാപിച്ചു കിടക്കുന്ന 2 ഏക്കറിലെ കുട്ടികളുടെ കൃഷിത്തോട്ടവും എല്ലാം ഈ ക്യാമ്പസിൻ്റെ പ്രത്യേകതയാണ്. പാഠപുസ്തകങ്ങൾക്ക് പുറത്ത് പ്രകൃതിയെ അറിയുവാനുള്ള അനവധി അവസരങ്ങൾ ഈ ക്യാമ്പസ് വഴി കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. വർഷങ്ങളായി ഇവിടെ നടക്കുന്ന ഔഷധത്തോട്ടങ്ങളുടെയും പച്ചക്കറികളുടെയും ഒക്കെ ഉൽപ്പാദനത്തിൻ്റെ മത്സരങ്ങളിൽ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ വലിയ വിജയമാണ് കൈവരിച്ചിട്ടുള്ളത്. ഏകദേശം 400ഓളം കുട്ടികൾ വീടുകളിൽ ഔഷധ കൃഷിയും അതുപോലെ തന്നെ വെജിറ്റബിൾ കൃഷിയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനൊക്കെ സപ്പോർട്ടായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ കൃഷി പഠിപ്പിക്കുവാൻ ഒരു അധ്യാപകനുള്ളത് ഈ ക്യാമ്പസിലാണ്. കഥ പറഞ്ഞു കൊടുക്കാൻ ഒരു അധ്യാപകനുണ്ട് ഇവിടെ. സംയോജിത കൃഷിയാണ് ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത്. മണ്ണിനെയും കാർഷിക മേഖലയെയും കുറിച്ച് കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ അറിവ് നേടാൻ പ്രകൃതിയുമായി കുട്ടികളെ ഇണക്കി വളർത്താനും പ്രാപ്തരാക്കുന്നു. പ്രീ ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെ 3000-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ 80% വിദ്യാർത്ഥികളും ഏതെങ്കിലും വിധത്തിൽ കാർഷിക വൃത്തിയിൽ സന്നദ്ധരാണ്. കൃഷിക്കും മൃഗസംരക്ഷണത്തിനുമായി കാർഷിക വിജ്ഞാന വ്യാപന വിഭാഗം എന്ന പേരിൽ അഗ്രികൾച്ചറൽ വിഭാഗം തന്നെ സ്കൂളിൽ പ്രവർത്തിക്കുന്നു. കൂടാതെ ചിട്ടപ്പെടുത്തിയ അഗ്രികൾച്ചറൽ ലൈബ്രറി കോർണർ ഇവിടെയുണ്ട്. കൃഷികാര്യങ്ങൾക്കായി ആഷിഖ് ദത്ത് എന്ന അധ്യാപകനെയും നിയമിച്ചിട്ടുണ്ട്. വൈവിധ്യമാർന്ന കാർഷിക നൂതന രീതികളാണ് പള്ളിമൺ സിദ്ധാർത്ഥ സ്കൂൾ അവലംബിച്ചിരിക്കുന്നത്. ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, മൈക്രോ ഗ്രീൻ ഫാമിംഗ്, വിക്ക് ഇറിഗേഷൻ, മഴമറയിൽ പച്ചക്കറി കൃഷി, അതുപോലെ മൃഗസംരക്ഷണ മേഖലയിൽ കോഴി, താറാവ്, പശു, ആട്, പന്നി, എമു മുതലായ വൈവിധ്യങ്ങളാർന്ന കാർഷിക നൂതന രീതികൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാർഷിക രീതികൾ ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. കൂടാതെ തീറ്റപ്പുൽ കൃഷി, ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി,
പച്ചക്കറി തൈ ഉൽപാദനം, കൂൺ കൃഷി, മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി, ഔഷധത്തോട്ടം, ഇഞ്ചി കൃഷി, മഞ്ഞൾ കൃഷി, അത്തരത്തിലെ കുട്ടികൾക്ക് എല്ലാത്തരം കൃഷികളെയും കുറിച്ച് അവബോധരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരം കൃഷിമുറകൾ സ്കൂൾ ക്യാമ്പസിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ കുട്ടികൾ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഈ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും. അതുപോലെ ഈ പ്രവർത്തനങ്ങൾ അവർ കണ്ടുകൊണ്ട് അവരുടെ വീടുകളിലും ഇത് അനുകരിക്കുന്നുണ്ട് എന്നത് നമുക്ക് ഏറെ സന്തോഷമാണ്. നേച്ചർ ക്ലബ്, അഗ്രികൾച്ചർ, സീഡ്, പെറ്റ്സ് എന്നിങ്ങനെ 6 മുതൽ 8 വരെ ക്ലാസുകളിൽ നിന്ന് ഏതാണ്ട് 600 വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന 4 ക്ലബ്ബുകൾക്കാണ് സ്കൂളിലെ കാർഷിക പരിപാടിയുടെ ചുമതല. മാസത്തിൽ 4 ദിവസം അഗ്രികൾച്ചറിന് പ്രത്യേക പീരീഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്ത്രീയ കൃഷിരീതികളുടെ തിയറിയും പ്രാക്ടിക്കലും കുട്ടികൾക്ക് ഇവിടെ നൽകുന്നുണ്ട്. സാധാരണ കൃഷികൾക്ക് പുറമെ അക്വാപോണിക്സ്, ഹൈഡ്രോപോണിക്സ്, തിരിനന, മഴമറ എന്നിങ്ങനെയുള്ള ഹൈടെക് കൃഷിരീതികളും ചെയ്തു വരുന്നുണ്ട്. അഗ്രികൾച്ചറൽ ലൈബ്രറിക്ക് മുന്നിലായിട്ടുള്ള മട്ടുപ്പാവിലെ തുറസായ സ്ഥലത്ത് 300ഓളം ഗ്രോ ബാഗുകളിലായി വിവിധ ഇനം പച്ചക്കറികൾ വിളഞ്ഞു നിൽക്കുന്നുണ്ട്. അവയുടെ സംരക്ഷണവും വിളവെടുപ്പും വിദ്യാർത്ഥികൾ തന്നെ നടത്തുന്നു. ഞാൻ ഇവിടുത്തെ അഗ്രികൾച്ചർ ക്ലബ്ബ് ലീഡറാണ്. ഇവിടെ ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയും ഒരു പീരീഡ് അഗ്രികൾച്ചറിന് വേണ്ടിയുണ്ട്. ഇവിടെ പഠിത്തത്തോടൊപ്പം കൃഷിയെക്കുറിച്ചും ഞങ്ങൾക്ക് നല്ല രീതിക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ വിവിധ തരം പക്ഷികൾ, മൃഗങ്ങൾ, മീനുകൾ, അങ്ങനെ കുറെ കൾച്ചറുകൾ അങ്ങനെ കുറെ ഉണ്ട്. ഇവിടെ ഞങ്ങൾക്ക് എല്ലാം നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഫാം ഉണ്ട്, മഷ്റൂം കൾട്ടിവേഷൻ ഉണ്ട്. ഞങ്ങൾക്ക് ഈ കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്. ഞങ്ങൾ പഠനത്തോടൊപ്പം കൃഷിയും നല്ലപോലെ നോക്കുന്നുണ്ട്. ഞങ്ങൾ വീടുകളിലും നല്ല രീതിക്ക് കൃഷി ചെയ്യുന്നുണ്ട്. ഞാനും എൻ്റെ കൂട്ടുകാരും വീടുകളിൽ ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട്. ഒഴിവ് സമയങ്ങളിൽ ഞാനും എൻ്റെ കൂട്ടുകാർ കൃഷി സമയത്തിന് വേണ്ടി വളരെ സമയം ചെലവാക്കാറുണ്ട്. ഈ സ്കൂളിലെ കൃഷികൾ കണ്ട് ഞാനും എൻ്റെ വീട്ടിൽ കൃഷി തുടങ്ങി. എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൃഷി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നേരത്തെ ഞാൻ കുറച്ച് വീക്കായിരുന്നു പഠനത്തിൽ. ഇപ്പം സീഡ് ക്ലബ്ബ് തുടങ്ങിയതിന് ശേഷം ഞാനിപ്പോൾ നല്ലപോലെ പഠിക്കാറുണ്ട്. ഒരേപോലെ കൃഷിയും പഠനവും ഞാൻ നിലനിർത്താറുണ്ട്. ഇതിനായി ഇപ്പം എനിക്ക് കുറേ മാറ്റങ്ങളുണ്ട്. നഴ്സറി കുരുന്നുകളുടെ പച്ചക്കറിത്തോട്ടമാണിത്. കുഞ്ഞിളം കൈകളിൽ മണ്ണു പറ്റട്ടെ എന്ന പേരിലുള്ള പദ്ധതിയാണിത്. ചെറുപ്രായത്തിൽ തന്നെ പ്രകൃതിയോടും മണ്ണിനോടും താൽപര്യം വളർത്തുന്നതിനുതകുന്ന കാർഷിക സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുന്നതിനു വേണ്ടിയാണ് ഇത്. അതിനുവേണ്ടി അധ്യാപകരും അമ്മമാരും ആന്റിമാരും ഒപ്പം കൂടി. കുരുന്നുകൈകൾ കൊണ്ട് അവർ തക്കാളിയും വഴുതനയും വെണ്ടയും ഒക്കെ നട്ട് ഇപ്പോൾ വിളവെടുക്കുകയാണ്. ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സ്കൂളിലെ കൃഷി അധ്യാപകനായ ആഷിഖ് സാറിൻ്റെ നിർദ്ദേശത്തിൽ, അതുപോലെ നെടുമന പഞ്ചായത്തിൻ്റെ അഗ്രികൾച്ചർ വിഭാഗവുമായി ചേർന്നുകൊണ്ട്, കൃഷി ഭവനുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ നടത്തിയ ഒരു പുതിയ കൃഷിരീതിയാണ് ഇവിടെ ഞങ്ങൾ കാണിച്ചു തന്നത്. ഈ കുഞ്ഞുമക്കളുടെ കൈകളിൽ മണ്ണ് പറ്റട്ടെ എന്ന പ്രോജക്റ്റിൽ ചേർന്ന് ഞങ്ങളിവിടെ തക്കാളിയും പച്ചമുളക്, അതുപോലെ വഴുതന, ചീര മുതലായ കൃഷിരീതികൾ നടത്തി വന്നു. അതിൻ്റെ പരിപാലനമൊക്കെ ഈ കുഞ്ഞുമക്കളും അവരുടെ രക്ഷിതാക്കൾ വരുമ്പോൾ അവരും കൂടെ ചേർന്ന് തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. PTA-യുടെ ഒരു വലിയ സഹകരണം കൂടെ ഞങ്ങൾക്ക് ഈ ഭാഗത്തുനിന്നുണ്ടായി. അതുപോലെ എല്ലാ ദിവസവും ഒരു പീരീഡ് ഇവരെ കൊണ്ടുവന്ന് അധ്യാപകർ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തതനുസരിച്ച് നമ്മൾ ഈ കൃഷി രീതി നല്ല രീതിയിൽ കൊണ്ടുവരികയും പെട്ടെന്ന് ഫലം കാണുകയും ചെയ്തൊരു പ്രോജക്റ്റാണ്. അതുപോലെ മറ്റൊരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തു, മൈക്രോ ഗ്രീൻ ഫാമിംഗ് എന്ന് പറയുന്ന കൃഷിരീതി. കുട്ടികളിൽ ആ ഒരു കൃഷിരീതിയെ പരിചയപ്പെടുത്തിയത് അഗ്രികൾച്ചറിൻ്റെ പുതിയ ഇൻസ്ട്രക്ടറായ നമ്മുടെ ആഷിഖ് സാറിൻ്റെ നിർദ്ദേശങ്ങളായിരുന്നു. അതായത് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക്
കൃഷി വീട്ടിലും ചെയ്യാം. ഇപ്പൊ ഫ്ലാറ്റിലും മറ്റുമൊക്കെ ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് മണ്ണൊന്നും കാണില്ലല്ലോ. അപ്പൊ അങ്ങനെ മണ്ണില്ലാതെ ചെയ്യുന്ന ഒരു കൃഷി രീതിയെ കുറിച്ച് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും അത് അവര് വീടുകളിലും ചെയ്തു, ഇവിടെ നമ്മുടെ സ്കൂളിലും അവർ ചെയ്യുകയുണ്ടായി. അതിൽ നിന്നെടുത്ത അവരുടെ പ്രോഡക്റ്റ് വെച്ചിട്ടുള്ള കറികളും സാലഡും ഒക്കെ കൊണ്ടുവന്ന് ഒരു ദിവസം അവർ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു. കുഞ്ഞു മക്കളിൽ ഇങ്ങനൊരു കൃഷി രീതിയുടെ മനസ്സിൽ വിത്ത് പാകുക എന്നുള്ളതായിരുന്നു നമ്മുടെ സിദ്ധാർത്ഥയുടെ ഉദ്ദേശം. സിദ്ധാർത്ഥ ഇത് ഇപ്പൊ തുടങ്ങിയ ഒരു പ്രോജക്റ്റ് അല്ല എങ്കിൽ തന്നെയും കുഞ്ഞുമക്കളിൽ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സിദ്ധാർത്ഥ ഒരുപാട് കൃഷി രീതികൾ, വിവിധ തരത്തിലുള്ള കൃഷി രീതികൾ കാണിച്ചു കൊടുത്തൊരു സ്കൂളും കൂടാണ്. ഇതിന്റെ ഒരു ഭാഗമായതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. മട്ടുപ്പാവ് വിട്ട് സ്കൂളിന്റെ പറമ്പിലേക്ക് ഇറങ്ങിയാൽ 2.5 സെന്റ് സ്ഥലത്തായിട്ടുള്ള മഴമറയിൽ നല്ല നീളത്തിലുള്ള അർക്ക, മംഗള എന്നീ പയറിനങ്ങളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. നേരത്തെ ഇവിടെ കുക്കുംബർ കൃഷി ചെയ്ത് നല്ല രീതിയിലുള്ള വിളവെടുപ്പിന് ശേഷമാണ് പയറിന്റെ കൃഷി. കൂടാതെ കുട്ടികൾ ഇവിടെ വിവിധതരം പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ച് സ്കൂളിൽ വിൽക്കുകയും വീട്ടിലേക്ക് ആവശ്യമുള്ളവ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. മഴമറയിൽ തന്നെ ചൂട് നിയന്ത്രിക്കുവാനുള്ള ഫോഗ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട്. നിശ്ചിത ഇടവേളകളിൽ ചൂട് നിയന്ത്രിക്കുന്നതിന് ഇതുമൂലം കഴിയുന്നുണ്ട്. പച്ചക്കറികൾ മാത്രമല്ല, കൂവയും ഇഞ്ചിയും മഞ്ഞളും ചേനയും ചേമ്പും ഉൾപ്പെടെയുള്ള കിഴങ്ങുവർഗ വിളകളും ഇവിടെ കൃഷി ചെയ്തു വരുന്നു. മികച്ച വിളവ് തരുന്ന ദേശീയ സുഗന്ധവിള കേന്ദ്രം ഉൽപ്പാദിപ്പിച്ച വരദ ഇനം ഇഞ്ചിയാണ് ഇപ്പോൾ ഇവിടെ വിളവെടുക്കുന്നത്. 50 ഗ്രോ ബാഗുകളിലും തറയിലുമായിട്ടാണ് ഇവ നട്ടിരിക്കുന്നത്. രോഗപ്രതിരോധ ശേഷിയിൽ മുൻപന്തിയിലായ വരദ ഇനം ഇഞ്ചി നല്ല വിളവാണ് നൽകിയിരിക്കുന്നത്. ആഷിഖ് സാറിന്റെ നേതൃത്വത്തിൽ കുട്ടികൾ തന്നെയാണ് വിളവെടുപ്പ് നടത്തുന്നത്. ഇഞ്ചിക്ക് പുറമെ മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച മഞ്ഞളും ഇവിടെ വിളവെടുപ്പ് നടത്തുന്നുണ്ട്. 30ഓളം ഗ്രോ ബാഗുകളിലും തറയിലുമായിട്ടാണ് മഞ്ഞൾ കൃഷി ചെയ്തിരിക്കുന്നത്. ഉൽപാദനശേഷി കൂടിയ സുഗുണ, സോണ, ശോഭ എന്നിവയാണ് മഞ്ഞൾ ഇനങ്ങൾ. വിളവെടുത്ത മഞ്ഞൾ മണ്ണുകളഞ്ഞ് കഴുകിയതിനു ശേഷമാണ് വിപണനം. 2.5 ഏക്കർ വിശാലമായ സ്ഥലത്ത് ഞാലി, റോബസ്റ്റ, പാളയംകോടൻ എന്നിവ ഉൾപ്പെടെയുള്ള വാഴ കൃഷി ചെയ്തിരിക്കുന്നു. കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഞാലിപ്പൂവൻ വാഴകൾ ഇല ഉപയോഗിക്കുന്നതിനായി നട്ട് ഒരു മുൻനിര തോട്ടവും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനോടൊപ്പം മരിച്ചീനിയും ചേമ്പും ചേനയും എല്ലാം കൃഷി ചെയ്തിരിക്കുന്നു. കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ വാഴകൃഷി മാത്രമല്ല, സുസ്ഥിര, സുവർണ എന്നീ തീറ്റപ്പുൽ കൃഷിയും തയ്യാറാക്കിയിട്ടുണ്ട്. സമ്മിശ്ര കൃഷിയുടെ പാഠത്തിലേക്ക് ജൈവ കൃഷി പൂർണ്ണമാക്കാൻ ആടും കോഴിയും താറാവും മത്സ്യവുമെല്ലാം ഇവിടെ വളർത്തുന്നുണ്ട്. മുഖ്യ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ടടുത്തായി തയ്യാറാക്കിയ കൂട്ടിൽ മുട്ടയിടാൻ തക്ക വളർച്ചയെത്തിയ 3 എമു പക്ഷികൾ. ഒഴിവു സമയങ്ങളിൽ ഇവയ്ക്ക് കുട്ടികൾ പച്ചില നൽകി ചങ്ങാത്തം കൂടുന്ന കാഴ്ച കാണാം. തോട്ടത്തിന്റെ ഒരു ഭാഗത്തായി നാടൻ കോഴികളും BV 380 ഉൾപ്പെടെയുള്ള ഒരു പൗൾട്രി ഫാമും കാണാൻ കഴിയും. 20 നാടൻ കോഴികളും 35 BV 380 കോഴികളും ഇവിടെ നിലവിലുണ്ട്. യോർക്ക്ഷയർ, അങ്കമാലി ഇനത്തിലുള്ള 6 പന്നികളെ ഇവിടെ പ്രത്യേക കൂട്ടിൽ വളർത്തുന്നുണ്ട്. കൃഷിയിടത്തിലേക്ക് ആവശ്യമായ വെർമി കമ്പോസ്റ്റും ഇതിനടുത്തായി തന്നെ തയ്യാറാക്കാനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. ഇതുകൂടാതെ ഹൈടെക് രീതിയിലുള്ള ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ് കൃഷിരീതികൾ അവലംബിച്ചിരിക്കുന്നു. അക്വാപോണിക്സിൽ 120
ഹൈബ്രിഡ് വരാൽ കുഞ്ഞുങ്ങളാണ് വളരുന്നത്. അതോടൊപ്പം തക്കാളിയും മുളകും കാബേജും കൃഷി ചെയ്തിരിക്കുന്നു. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന ഹൈഡ്രോപോണിക്സ് കൃഷിരീതിയും ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ബേസിൽ, കീൽ, പോക്ചോയ്, ചൈനീസ് കാബേജ്, പൊന്നാങ്കണ്ണി ചീര എന്നിവയാണ് ഈ രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റത്തിൽ ഒരു കുളത്തിൽ താറാവിനെയും മത്സ്യങ്ങളെയും വളർത്തുന്നു. സിലോപ്പിയ, കട്ല, റോഹു എന്നീ മത്സ്യങ്ങളാണ് ഇവയിൽ. കൂടാതെ 160-ൽ പരം കുട്ടനാടൻ ഇനങ്ങളായ ചാര, ചെമ്പല്ലി എന്നീ താറാവുകളെയും ഇവിടെ വളർത്തുന്നു. ഈ സ്കൂളിലെ നൂതന കൃഷിരീതികൾ പുതിയ തലമുറയിലെ കുട്ടികളെ അത് കണ്ടു പഠിക്കാനും പ്രാവർത്തികമാക്കാനും വളരെയേറെ സഹായിക്കുന്നുണ്ട്. പച്ചക്കറിയും മൃഗസംരക്ഷണവും മാത്രമല്ല ഈ സ്കൂൾ അങ്കണത്തിൽ. ഇവിടെ ഒരു ഔഷധത്തോട്ടവും നക്ഷത്രവനവും സജ്ജമാക്കിയിട്ടുണ്ട്. തീറ്റ ചെലവ് കുറയ്ക്കുവാനും ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും പ്രോട്ടീൻ അടങ്ങിയ അസോള കോഴിക്കും താറാവിനും മത്സ്യത്തിനുമൊക്കെ ധാരാളം നൽകുന്നുണ്ട്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനായി ഒരു വിപണി തന്നെ സ്കൂളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച ഇവിടത്തെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. സ്കൂളിലെ തന്നെ അധ്യാപകരും അനധ്യാപകരും കൂടാതെ രക്ഷകർത്താക്കളുമെല്ലാം ഇവിടെ നിന്നും സ്ഥിരമായി കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാറുണ്ട്. ഇത്തവണ സിദ്ധാർത്ഥയിലെ നേച്ചർ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്ത ഒരു മഹത്തായ കാര്യമാണ് നാടൻ തെങ്ങുകളുടെ പ്രോത്സാഹനം. നമുക്കറിയാം, നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന കുള്ളൻ തെങ്ങുകൾ ഒരുപാട് രോഗങ്ങൾ കൊണ്ടുവരികയും തെങ്ങ് എന്ന് പറയുന്ന ഒരു സാധനം തന്നെ പ്രകൃതിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. തേങ്ങയ്ക്ക് വില കൂടിയതും വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതും ഒക്കെ കാരണം തെങ്ങില്ലാതായതാണ്. ഈ കുള്ളൻ തെങ്ങുകൾക്ക് ആയുസ് കുറവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പഴയ കാലത്തെ നാടൻ തെങ്ങുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വെസ്റ്റ് കോസ്റ്റ് ടാൾ എന്ന് പറയുന്ന WCT, അതായത് തീരദേശ നെടിയൻ എന്ന് പറയുന്ന പഴയ കാലത്തെ നമ്മുടെ തല ഉയർത്തി നിന്നിരുന്ന തെങ്ങുകളെ തിരിച്ചു കൊണ്ടുവരുന്നതിനൊരു പ്രവർത്തനമാണ് സിദ്ധാർത്ഥ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നു വരുന്നത്. ഈ നെടുമ്പന ഗ്രാമത്തിലെ 250 വീടുകളിൽ വീട്ടുകാരുടെ താല്പര്യപ്രകാരം അവരാവശ്യപ്പെടുന്ന പ്രകാരം ചെന്ന് അവിടെ കുഴിയെടുത്ത് വളമിട്ട് ഞങ്ങളുടേതായ ഒരു തെങ്ങിൻ തൈ തന്നെ അവിടെ നട്ടുകൊടുക്കുന്ന ഒരു രീതിയാണ് കുട്ടികൾ ചെയ്തു വരുന്നത്. കുട്ടികളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ക്ലാസ് മുറികളിലെ പഠനം മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് കലാപരവും സാംസ്കാരികപരവും കാർഷികപരവുമായ അറിവുകൾ നൽകി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കാൻ പ്രാപ്തരാക്കി മുന്നോട്ടു പോവുകയാണ് പള്ളിമൺ സിദ്ധാർത്ഥ സ്കൂൾ. പുതുതലമുറയെ ചേർത്ത് നിർത്തലും കൂട്ടായി മാറലുമാകണം ഇനി കാർഷിക മേഖലയുടെ ഉന്നമനത്തിന് അഭികാമ്യം.